ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് മോദി ടോൺസ് കാർഗെ സേസ് ഹീസ് റിമോട്ട് കൺട്രോൾഡ്. ഇത് കുറേ മുമ്പ് വന്നിട്ടുള്ളൊരു വാർത്തയാണ്. നരേന്ദ്രമോദി ഖാർഗെയെ ടോണ്ട് ചെയ്യുന്ന, എന്താ ടോണ്ട്? നമുക്ക് ഈ വാർത്തയെ കുറച്ചും കൂടി ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഓക്കെ, അതിന് ഞാനൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടി ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. മോദി ടോൺസ് ഖാർഗെ സേസ് ഹീസ് റിമോട്ട് കൺട്രോൾഡ്. ഓക്കെ, ഈ വാർത്തയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതിൻ്റെ ഹെഡ്ലൈൻ നമുക്ക് ആദ്യം വായിക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഹെഡ്ലൈനിൽ ഫോക്കസ് ചെയ്യാം. ടോണ്ട് എന്ന് പറയുന്ന ഒരു വൊക്കാബുലറി ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വാർത്ത വായിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒന്ന്, മോദി ടോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പരിഹസിക്കുക, കളിയാക്കുക, കൊള്ളിവാക്ക് പറയുക എന്നൊക്കെയാണ്. ടോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുക. ഓക്കെ, പരിഹസിക്കുക, ടോണ്ട് പരിഹസിക്കുക, അല്ലെങ്കിൽ കൊള്ളിവാക്ക് പറയുക. പരിഹസിക്കുക, കൊള്ളിവാക്ക് പറയുക. ഓക്കെ, കൊള്ളിവാക്ക് പറയുക, ടോണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ മോദി പരിഹസിക്കുന്ന ആരെയാണ്? ഖാർഗെനെ. മോദി ടോൺസ് ഖാർഗെ. എന്നിട്ട് പറയാണ് സെയ്സ് ഹീസ് എ റിമോട്ട് കൺട്രോൾഡ്. അദ്ദേഹം റിമോട്ട് കൺട്രോൾഡ് ആണ് എന്ന് പറയുന്നു അല്ലേ? ആര്? ഈ പറഞ്ഞ ഖാർഗെ റിമോട്ട് കൺട്രോൾഡ് ആണ്. ഇനി അടുത്ത സബ് ഹെഡിങ് നമുക്ക് നോക്കാം. സബ് ടൈറ്റിൽ ചേസ്റ്റൈസസ് നിതീഷ് കുമാർ ഫോർ ഹിസ് ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ. അപ്പോൾ ഈ ചേസ്റ്റൈസ് എന്ന് പറയുന്ന വാക്ക്, ഇതൊക്കെ PSCക്കൊക്കെ ചോദിക്കുന്ന വാക്കാണ്. ചേസ്റ്റൈസ് കേട്ടോ. ചേസ്റ്റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശക്തമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ ശാസിക്കുക. ശാസിക്കുക എന്ന് പറയുന്ന മലയാളം പദത്തിന് തുല്യമാണ് ചേസ്റ്റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആരെയാണ്? നിതീഷ് കുമാറിനെ മോദി ശാസിക്കുകയാണ്. ഫോർ ഹിസ് ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രുചികരമായ, ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചിയില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം എന്ന് പറയുന്നത് അപ്രിയമായ. എന്താണ്? അപ്രിയമായ. ഓക്കെ, അപ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ അരുചികരമായ എന്ന അർത്ഥമാണ് ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്നുള്ളത്. ഡിസ്റ്റേസ്റ്റ്ഫുൾ. അപ്പോൾ ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ, സ്ത്രീകളോടുള്ള അപ്രിയമായിട്ടുള്ള കമൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ പരാമർശം, ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ എന്ന് ഇത്രയും നമ്മൾ എടുത്തിട്ട് ഇതിനെ മലയാളീകരിച്ചാൽ അതിൻ്റെ അർത്ഥം സ്ത്രീ വിരുദ്ധ പരാമർശം. അപ്പം നിങ്ങളോട് ആരെയും ചോദിക്കുകയാണ്, സ്ത്രീ വിരുദ്ധ പരാമർശത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ. ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, സ്ത്രീ വിരുദ്ധ പരാമർശം. ഓക്കെ, അതിന് മുമ്പോട്ട് വരാം. രവീന്ദ്രനാഥിൻ്റെ ഡെക്കാൻ ക്രോണിക്കിളിലെ ന്യൂസാണ്. ഓക്കെ, നവംബർ മാസത്തിലെ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഓൺ വെനസ്ഡേ സെഡ് ദാറ്റ് AICC, ഓക്കെ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി സെയ്സ് ദാറ്റ്, എന്താണ്? ഒരു സെക്കൻഡ്. AICC President Mallikarjun Kharge, like former Prime Minister Manmohan Singh, is being remote controlled by the Congress High Command. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയുന്നത്, നരേന്ദ്രമോദി വെനസ്ഡേ പറഞ്ഞു AICC പ്രസിഡൻ്റായ മല്ലികാർജുൻ ഖാർഗെ ലൈക്ക് ഫോർമർ പ്രൈം മിനിസ്റ്റർ, മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ പോലെയാണ്. കാരണം അദ്ദേഹം എങ്ങനെയായിരുന്നു? ഇസ് ബീങ് റിമോട്ട് കൺട്രോൾഡ് ബൈ ദി കോൺഗ്രസ് ഹൈക്കമാൻഡ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗോട്ട് ഇറ്റ്? ഇനി മിസ്റ്റർ മോദി ഓൾസോ ടുക്ക് എ ഡിഗറ്റ്. ശ്രദ്ധിക്കണേ, മിസ്റ്റർ മോദി ഓൾസോ ടുക്ക് എ ഡിഗറ്റ് Bihar Chief Minister Nitish Kumar without taking his name for using derogatory language against women in the state assembly while delivering a speech on population control.
മിസ്റ്റർ മോദി took a ticket. ഒരു പ്രയോഗം കണ്ട took a ticket അല്ലെങ്കിൽ take a ticket എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ take a dig at എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്നാണ്. take a dig at എന്ന് പറഞ്ഞാൽ വിമർശിക്കുക. ശ്രദ്ധിച്ചേ, ഒരു ശൈലി, നല്ലൊരു ശൈലിയിലെ പത്രത്തിൽ എപ്പോഴും കാണാം ടേക്ക് എ ടിക്കറ്റ്. അപ്പോൾ took a ticket, നരേന്ദ്രമോദി took a ticket വിമർശിച്ചു. ആരെ വിമർശിച്ചു? ഇപ്പോൾ നമ്മൾ വിമർശിക്കുക എന്നുള്ള 2-3 വാക്ക് പഠിച്ചു അല്ലേ. പരിഹാസ രൂപത്തിലുള്ള വിമർശനമാണെങ്കിൽ ടോണ്ട്. പിന്നെ നമ്മളെന്ത് പഠിച്ചു? നമ്മൾ ശാസിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ചേസ്റ്റൈസ്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വിമർശിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ടേക്ക് എ ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ took a ticket ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ വിതൗട്ട് ടേക്കിംഗ് ഹിസ് നെയിം. നിതീഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറയാതെ took a ticket വിമർശിച്ചു. എന്തിന്? ഫോർ യൂസിങ് ഡെറിഗേറ്ററി ലാംഗ്വേജ്. ഈ നിതീഷ് കുമാർ ഡെറിഗേറ്ററി ലാംഗ്വേജ് ഉപയോഗിച്ചു. അപകീർത്തിപരമായ, ഡെറിഗേറ്ററി എന്ന് പറഞ്ഞാൽ അപകീർത്തികരമായ പരാമർശം അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള ഭാഷ നിതീഷ് കുമാർ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെ ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലിയിൽ വൈൽ ഡെലിവറിങ് എ സ്പീച്ച് ഓൺ പോപ്പുലേഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് നടത്തുന്ന സമയത്ത് എവിടെയാണ്? സ്റ്റേറ്റ് അസംബ്ലിയിൽ അദ്ദേഹം, നിയമസഭയിൽ അദ്ദേഹം എന്ത് നടത്തി? ഒരു ഡെറിഗേറ്ററി ലാംഗ്വേജ് നടത്തിയിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മളെ നരേന്ദ്രമോദി എന്ത് ചെയ്തത്? അദ്ദേഹത്തെ ടേക്ക് എ ടിക്കറ്റ് അല്ലെങ്കിൽ took a ticket അദ്ദേഹത്തെ വിമർശിച്ചത്. ഓക്കെ, ഇനി അഡ്രസ്സിങ് ദ 3 പബ്ലിക് മീറ്റിംഗ്സ്, 3 പബ്ലിക് മീറ്റിങ്ങുകളിൽ ഇൻ ദ ബണ്ടൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ ഗ്വാളിയോറിലും ചമ്പൽ റീജിയൻസിലും ഒക്കെ ആയിട്ടുള്ള മധ്യപ്രദേശിലെ സ്ഥലങ്ങളാണിത്. മധ്യപ്രദേശിലെ ഈ സ്ഥലങ്ങളിൽ അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പബ്ലിക് മീറ്റിംഗ്, പൊതുയോഗത്തിലാണ്. പബ്ലിക് മീറ്റിംഗ് പൊതുയോഗത്തിലാണ് അദ്ദേഹം മിസ്റ്റർ മോദി സെഡ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദറ്റ് പീപ്പിൾ ഹാഡ് ഗിവൺ കോൺഗ്രസ് ദ ഓപ്പർച്യൂണിറ്റി ടു റൂൾ ദ കൺട്രി ഫോർ 10 years. കോൺഗ്രസ്സിന് ജനങ്ങൾ 10 വർഷം ഭരിക്കാനുള്ള സമയം കാലാവധി കൊടുത്തിരുന്നു. 2024 മുതൽ 2014 വരെ, ഫ്രം 2004 to 2014. പക്ഷേ പീപ്പിൾ വേർ ദ നോട്ട് അവെയർ ഓഫ്, പക്ഷേ ആളുകൾ വളരെ അവെയർ ആയിരുന്നു, ബോധവാന്മാരായിരുന്നു. ദ ദെൻ എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. നമ്മൾ പറയില്ല അക്കാലത്തെ പ്രധാനമന്ത്രി, ദ ദെൻ പ്രൈം മിനിസ്റ്റർ, അക്കാലത്തുള്ള ആരോഗ്യമന്ത്രി, ആ കാലഘട്ടത്തിലെ ആരോഗ്യമന്ത്രി, ദ ദെൻ ഹെൽത്ത് മിനിസ്റ്റർ. അങ്ങനെ ദ ദെൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ദ ദെൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ സിംഗ്, മൻമോഹൻ സിംഗ്, അക്കാലത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് വാസ് ഡൂയിങ്, അദ്ദേഹം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വാട്ട് ഹി വാസ് സേയിങ്, അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? ബട്ട് പീപ്പിൾ വെർ ദെൻ നോട്ട് അവെയർ, ബോധവാന്മാരായിരുന്നില്ല, പല ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല വാട്ട് ദ ദെൻ പ്രൈം മിനിസ്റ്റർ സിംഗ് വാസ് ഡൂയിങ്, സിംഗ് ചെയ്തിരുന്നതും പറഞ്ഞിരുന്നതും അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല, അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് അവർ ബോധവാന്മാരായിരുന്നില്ല. ബിക്കോസ് ഹി ഹാർഡ്ലി ഹാഡ് എനി വർക്ക് ടു ഡു, കാരണം അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിരുന്നില്ല, ഒരു പണിയും ചെയ്തിരുന്നില്ല. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ആഡിങ്, കൂട്ടിച്ചേർത്തുകൊണ്ട്. എന്താ കൂട്ടിച്ചേർത്തത്? ഏർലിയർ, മുമ്പ് ദ പ്രൈം മിനിസ്റ്റർ യൂസ്ഡ് ടു ബി റിമോട്ട് കൺട്രോൾഡ്, മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ ഒരു റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ദീസ് ഡേയ്സ്, എന്നാൽ ഇപ്പോഴോ, ദ കോൺഗ്രസ് പ്രസിഡന്റ് ഈസ് ബീങ് റിമോട്ട് കൺട്രോൾഡ് ബൈ ദ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ICC സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി, കോൺഗ്രസിൻ്റെ സെക്രട്ടറി അല്ല കേട്ടോ, പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഖാർഗെയും റിമോട്ട് കൺട്രോൾഡ് ആണ് എന്നാണ് മോദി പറയുന്നത്. ഇത്രയുമാണ് ഈ വാർത്തയിലുള്ളത്. ഈ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള വൊക്കാബുലറികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് നോക്കാം. ശ്രദ്ധിക്കൂ, നമ്മളിന്ന് പഠിച്ച വൊക്കാബുലറികൾ ഏതൊക്കെയാണ്? 1, ടോണ്ട്.
ടോണ്ട് എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക, ശകാരിക്കുക. 2 ചേസ്റ്റൈസ് എന്ന് പറഞ്ഞാൽ വിമർശിക്കുക, ശാസിക്കുക, വഴക്ക് പറയുക. 3 ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിയമായ, അരുചികരമായ, നീരസമുള്ള എന്നർത്ഥമുണ്ട്. അതുപോലെ ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ പരാമർശം എന്നാണ്. ടേക്ക് എ ഡിഗറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, പിന്നെ വിമർശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്, രൂക്ഷമായി പരിഹസിക്കുക. ഡെറിഗേറ്ററി എന്ന് പറഞ്ഞാൽ അപകീർത്തികരമായ, അപമാനിക്കുന്ന, മോശമായിട്ടുള്ള, ഇടിച്ചു താഴ്ത്തുന്ന, വില കുറയ്ക്കുന്ന. ഓക്കെ, ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു ന്യൂസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. എന്താണ് ആതിര ബാബു സാർ ഒരു ഡൗട്ട്, ടോസ്റ്റ് മുരിക്കുക എന്നല്ലാതെ പിന്നെ അതിൻ്റെ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ ടോസ്റ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യും. അതല്ലാതെ നമ്മൾ ഈ ഒരു ശൈലി ഉണ്ടല്ലോ, ആളെ പൊരിച്ചു അല്ലെങ്കിൽ ആളെ ശരിയാക്കി എന്ന രൂപത്തിൽ, ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ടോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ ലെറ്റ്സ് കൺക്ലൂഡ് ദി സെഷൻ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.